സ്കൂളുകളിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ ജൂൺ 1 മുതൽ ആരംഭിക്കും. നമ്മുടെ അധികാരമേറ്റ ശേഷം നമ്മളെ ആഭ്യന്തരമന്ത്രി ഇറക്കിയൊരു പ്രസ്താവനയാണ്. ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ശരിക്കും ഇത് നടക്കുമോ? അത് എന്താ പറയാ, ജനപബ്ലിസിറ്റിക്ക് പകരം എന്താ പറയാ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇതിനൊരു എന്താ പറയാ ആത്മാർത്ഥത ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്രത്തോളം പോസിബിൾ ആവുന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ലഹരി കേസിൽ പെട്ടാൽ ആ ലഹരിന്റെ കണ്ടന്റ് അനുസരിച്ചാണ് കേസ് കിടക്കുന്നത്. അതിന് എത്ര പ്രായമുള്ള ആൾക്കാർക്ക് കൊടുത്താലും എങ്ങനെ കൊടുത്താലും കേസ് അതാ വരാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കേരള സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അന്വേഷണം ചെന്ന് പോയി എത്തുമ്പോൾ അവസാനത്ത് വന്ന് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്, അതായത് എന്താ പറയാ കോർപ്പറേറ്റ്, അതായത് ഭീമന്മാരെ കയ്യിലോ ഇതിന്റെ തല കിടക്കുന്നത് തോട്ടാൻ കഴിയില്ല. താഴെക്കിടയിൽ കിടന്നിട്ട് ഇതിന്റെ അടിമകളായിട്ട് ഇതിന് എന്താ പറയാ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഇതിൽ കെണിയിൽ കൂടാൻ പോകുന്നത്. അല്ലാതെ ഇതിന്റെ എന്താ പറയുക ഇത് ഇറങ്ങുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിലോ നമുക്ക് തൊടാൻ കഴിയില്ല. നിങ്ങൾ ഇനി എന്നെ തെറി വിളിക്കുക അല്ലെങ്കിൽ എന്താ പറയുക കമന്റിൽ പരിഹസിക്കുക ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെ സത്യാവസ്ഥ അതാണ്. കാരണം 10 വർഷമായിട്ട് കഴിഞ്ഞ ഭരണത്തിൽ ഇതേപോലെ ലഹരിക്കെതിരെ തൂത്തുവാരെന്നൊക്കെ പറഞ്ഞൊരു ഗവൺമെന്റ് ആയിരുന്നു. അതിനിപ്പോ മാറി വന്നാലും അതന്നെ സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെയായാലും അതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ല. കാരണം അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കാത്ത സംഭവമല്ല. പക്ഷെ ഗവൺമെന്റിനും ലിമിറ്റേഷൻ ഉണ്ടാവും. ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഞാനത് പറയാൻ എന്താ പറയുക, ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കുമെന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊരു കൊറോണ സീസൺ കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ഈ കൊറോണയുടെ ടൈമിൽ പരിഭ്രാന്തി ഇല്ലാതിരിക്കാനും മറ്റു ആളുകളിലേക്ക് പകരാതിരിക്കാനും വേണ്ടിയിട്ട് എന്താ പറയുക ഈ കീപ്പ് ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഒരു അകലം പാലിക്കുന്ന കാര്യത്തിലും കർക്കശമായിട്ട് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിരുന്നു. എന്താ പറയുക ഓരോ റൂറൽ ഏരിയയിൽ വരെ ആ ഏരിയയിൽ സ്കൂളത്തെ മാഷന്മാരെ വെച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിനെ വെച്ചിട്ട് എന്താ പറയുക പെട്രോളിംഗ് വരെ നടത്തി. അത്രയും സൂക്ഷ്മമായിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. ഞങ്ങളൊക്കെ പല ടൈമിൽ പല കോമഡികളും ഉണ്ടായിട്ടുണ്ട്. തുണി മറച്ചു പിടിച്ച് ഓടുന്നതും അങ്ങനത്തെ പല ടൈം അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. നമ്മളാരും കുറ്റം പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് അത് അത്രയും എന്താ പറയുക നീറ്റായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ നമ്മുടെ നാട്ടിൽ വൻതോതിൽ പകരുന്നത് ഒരുപാട്. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ആലോചിച്ച് നോക്കി മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളം കൊറോണയുടെ സമയത്ത് ഒരുപാട് പിടിച്ചു നിന്നിട്ടുണ്ട്. അന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും എല്ലാ ബിസിനസ് കോർപ്പറേറ്റുകളുടെയും എന്താ പറയുക എല്ലാ വൻകിട സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവർക്കും അത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എതിർപ്പുകളില്ലേനും ആർക്കും പ്രശ്നങ്ങളില്ലേനും ഒന്നുമില്ലായിരുന്നു. പക്ഷേ ലഹരിന്റെ കേസിൽ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. അതായത് ഇൻഫ്ലുവൻസ് വരുന്നില്ല 100% ഉറപ്പാണ്. അത് ആരാണ് ഏത് വഴിക്ക് വരിക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഇലക്ഷന്റെ സമയത്തൊക്കെ എത്രത്തോളം ലഹരി ഇറക്കിയിട്ടുണ്ട് ആളുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്ക് ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കൊടുക്കാത്ത നേതാക്കന്മാരുണ്ടാവില്ല. എല്ലാ പാർട്ടിയുടെ ആൾക്കാരായിട്ടും പറയുന്നത് ആരെയും ഞാൻ ഇതാക്കി പറയുന്നില്ല. അതുപോലെ തന്നെ പല എന്താ പറയുക പല ആളുകളും കേസിൽ നിന്നൊക്കെ ഊരിപ്പോകാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്തിനേറെ പറയുന്നത് നമ്മളൊരു MLA മകനെ കേസ് പെട്ടിട്ട് വരെ നമ്മളത് കണ്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക കേസ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഈ കേസും നിയമവും നടപടിയും സ്ട്രോങ് ആകുമ്പോൾ ആളുകൾക്ക് ഇതിനോടൊരു ഭയം ഉണ്ടാവുള്ളൂ. പിന്നീട് അതിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ട് ഈ താഴെക്കിടയിലുള്ള